ഈ റീഹാബിലിറ്റേഷനിൽ നമുക്ക് കൃത്യമായ കെയർ പാത്വേസ് ഡിഫൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആക്ച്വലി. ഡെവലപ്മെൻറ്റ് ഓഫ് കെയർ പാത്വേസ് എന്ന് പറഞ്ഞത് നമുക്ക് ഓരോ സമയത്തും ആ സമയത്തുണ്ടാവുന്ന വളരെ സൗണ്ടായിട്ടുള്ള ഒരു ക്ലിനിക്കൽ പ്രാക്ടീസസിനെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എടുത്ത് നമ്മുടെ ടീം ഡീറ്റെയിൽഡ് ആയിട്ട് വേരിയസ് സ്റ്റേജസ് ഓഫ് റീഹാബിലിറ്റേഷനെ മോണിറ്റർ ചെയ്ത് മെഷർ ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ഒരു കെയർ പാത്വേ പ്രോസസ്സ് നമുക്കുണ്ടാവണം. അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാവണം. അത് നമ്മുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൻ്റെ ഓരോ ഏരിയയും നമ്മൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യണം. നമ്മുടെ ടീം അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. സോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ റീഹാബിലിറ്റേഷൻ്റെ ഓരോ ടൈപ്പ് ഓഫ് റീഹാബിലിറ്റേഷനും സ്പെഷ്യാലിറ്റി റീഹാബിലിറ്റേഷനും എങ്ങനെയാണ് നടക്കേണ്ടത്, ഈച്ച് ആൻഡ് എവരി സ്റ്റേജ് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. അത് ആ ഒരു പാത്വേ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് പ്രോഗ്രസ് റീ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. എക്സലൻസ് ആണിത്. നമുക്ക് ആക്ച്വലി ഇത് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞ് റീ അക്രഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് എടുത്താൽ മതി. പക്ഷെ നല്ലൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് ശ്രമിച്ചു കൊണ്ടുവരാം. നമ്മുടെ ഒരു ശീലമായി മാറിക്കോളും. COP 18 18ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് എക്സലൻസ് ആണ്. കെയർ പാത്വേസ് ആർ ഡെവലപ്ഡ്, ഇംപ്ലിമെൻറ്റഡ് ആൻഡ് റിവ്യൂഡ് പീരിയോഡിക്കലി എന്നതാണ്. ഒരു വളരെ മനോഹരമായ ഒരു സ്റ്റാൻഡേർഡാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് കടക്കാം.